ഒരു സ്ത്രീ തസൂമുൻ നഹാർ വ തഖൂമുൽ ലൈൽ, പകൽ മുഴുവൻ നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ്, രാത്രിയിൽ സുദീർഘമായി രാത്രി നമസ്കരിക്കുന്ന സ്ത്രീയാണ്. പക്ഷേ വതുദി ജീറാനഹാ, പക്ഷേ അയൽവാസിയെ ഉപദ്രവിക്കും, അതിലൊരു കുറവും വരുത്താറില്ല. നമസ്കാരമുണ്ട്, രാത്രി നമസ്കാരം വരെ ഉണ്ട്, പകൽ നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ്, പക്ഷേ അയൽവാസിക്ക് നാവ് കൊണ്ടും മറ്റും ഉപദ്രവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടനെയുള്ള മറുപടി, ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, ഒരു ഖൈറും അവളിലില്ല, അവൾ നരകത്തിലാണ്. നോക്കൂ, രാത്രി നമസ്കരിച്ചു, പകൽ നോമ്പ് നോറ്റു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ലാ ഖൈറ ഫീഹാ, അവളിൽ ഒരു ഖൈറുമില്ല. എന്തേ? കാരണം അയൽവാസിയെ ഉപദ്രവിക്കുന്നു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ആശയങ്ങളിലൊന്ന് മനുഷ്യനോട് ഏറ്റവും നന്നായി പെരുമാറുക എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ഇബാദത്തുകളിൽ പെട്ടതാണ്. അതില്ലെങ്കിൽ ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഫുലാന, ഒരു സ്ത്രീ തുസല്ലിൽ മക്തൂബാത്ത് വ തസദ്ദഖുൽ ഔസാർ, 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, മറ്റു സുന്നത്തുകളൊന്നും അധികമില്ല. അതേപോലെ തന്നെ ചെറിയ ചെറിയ ചീസ്, അതേപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് സദഖ ചെയ്യുന്നത്. വലിയ ദീനാറും ദിർഹമും ഒന്നുമില്ല. പക്ഷേ ലാ തുദി ജിറാനഹാ, ഒരു ഗുണമുണ്ട്, അയൽവാസിക്ക് ഒരു ഉപദ്രവവും ആ സ്ത്രീയെ കൊണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. ഒരുപാട് സദഖ ചെയ്തിട്ടില്ലെങ്കിലും, ഒരുപാട് സുന്നത്തുകൾ നമസ്കരിച്ചിട്ടില്ലെങ്കിലും, ഫർള് നമസ്കാരം മാത്രമാണെങ്കിലും അയൽവാസിയെ ഉപദ്രവിക്കാത്ത, മനുഷ്യന്മാരെ ഉപദ്രവിക്കാത്ത ഒരാൾ ഫിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.